എല്ലാവർക്കും സ്വാഗതം. പൗരസ്ത്യ സാഹിത്യ ദർശനത്തിൽ പ്രധാനപ്പെട്ട ചില കൃതികളും അവയുടെ കർത്താക്കളുടെ പേരും. അഭിനവ ഭാരതി എഴുതിയത് അഭിനവഗുപ്തൻ. അലങ്കാര സംഗ്രഹം അമൃതാനന്ദ യോഗി. അലങ്കാര സർവസ്വം രുയ്യകൻ. ഔചിത്യ വിചാര ചർച്ച ക്ഷേമേന്ദ്രൻ. കാവ്യാലങ്കാരം ഇത് 3 പേരുടെ പേരിലുണ്ട്: ഭാമഹൻ, ഉദ്ഭടൻ, രുദ്രടൻ. കാവ്യാദർശം ആചാര്യദണ്ഡി. കാവ്യപ്രകാശം മമ്മടൻ. കാവ്യമീമാംസ രാജശേഖരൻ. കാവ്യാനുശാസനം വാഗ്ഭടൻ്റെ പേരിലുമുണ്ട്, ഹേമചന്ദ്രൻ്റെ പേരിലുമുണ്ട്. കാവ്യാലങ്കാര സൂത്രം മങ്കുകൻ. കാവ്യാലങ്കാര സൂത്രവൃത്തി വാമനൻ. കാവ്യാലങ്കാര സംഗ്രഹം ഉദ്ഭടൻ. ചന്ദ്രാലോകം ജയദേവൻ. ചിത്രമീമാംസ അപ്പയ്യ ദീക്ഷിതർ. കുവലയാനന്ദം അപ്പയ്യ ദീക്ഷിതർ. ദശരൂപകം ധനഞ്ജയൻ. ധ്വന്യാലോകം ആനന്ദവർദ്ധനൻ. രസഗംഗാധരം ജഗന്നാഥ പണ്ഡിതൻ. രാജതരംഗിണി കൽഹണൻ. ലോചനം അഭിനവഗുപ്തൻ. വക്രോക്തി ജീവിതം കുന്തകൻ. വ്യക്തിവിവേകം മഹിമഭട്ടൻ. സാഹിത്യദർപ്പണം വിശ്വനാഥ കവിരാജൻ. ഹൃദയദർപ്പണം ഭട്ടനായകൻ. ശൃംഗാരപ്രകാശം ഭോജൻ. ഇനി കാലഘട്ടങ്ങൾ കൂടെ. ഭരതൻ്റെ നാട്യശാസ്ത്രം AD 1 മുതൽ 2 വരെ നൂറ്റാണ്ടുകളാണെന്ന് പറയപ്പെടുന്നു. ഭാമഹൻ്റെ കാലഘട്ടം, കാവ്യാലങ്കാരം എഴുതിയ ഭാമഹൻ്റെ കാലഘട്ടം 6-ാം നൂറ്റാണ്ടാണ്. ആചാര്യദണ്ഡി കാവ്യദർശം എഴുതിയ ആചാര്യദണ്ഡി 7-ാം നൂറ്റാണ്ടാണ്. വാമനാചാര്യൻ കാവ്യാലങ്കാര സൂത്രവൃത്തി എഴുതിയ വാമനാചാര്യൻ 8-ാം നൂറ്റാണ്ട്. കാവ്യാലങ്കാരം എഴുതിയ ഉദ്ഭടൻ്റെ കാലഘട്ടം 8-ാം നൂറ്റാണ്ട്. ധ്വന്യാലോകത്തിൻ്റെ കർത്താവായ ആനന്ദവർദ്ധനൻ 9-ാം നൂറ്റാണ്ട്. രുദ്രടൻ, അദ്ദേഹത്തിൻ്റെയും കൃതിയുടെ പേര് കാവ്യാലങ്കാരം എന്നാണ്, 9-ാം നൂറ്റാണ്ട്. വക്രോക്തി ജീവിതം എഴുതിയ കുന്തകൻ്റെ കാലഘട്ടം 10-ാം നൂറ്റാണ്ട്. നാട്യശാസ്ത്ര വ്യാഖ്യാനമായ അഭിനവ ഭാരതിയും ധ്വന്യാലോക വ്യാഖ്യാനമായ ലോചനവും എഴുതിയ അഭിനവഗുപ്തൻ്റെ കാലഘട്ടം 11-ാം നൂറ്റാണ്ട്. ഔചിത്യ വിചാര ചർച്ച എഴുതിയ ക്ഷേമേന്ദ്രൻ്റെ കാലഘട്ടം 11-ാം നൂറ്റാണ്ട്. കാവ്യപ്രകാശം എഴുതിയ മമ്പടഭട്ടൻ 11-ാം നൂറ്റാണ്ട്. ശൃംഗാരപ്രകാശം എഴുതിയ ഭോജൻ 12-ാം നൂറ്റാണ്ട്. സാഹിത്യദർപ്പണം എഴുതിയ വിശ്വനാഥ കവിരാജൻ 14-ാം നൂറ്റാണ്ട്. രസഗംഗാധരം എഴുതിയ ജഗന്നാഥ പണ്ഡിതൻ 17-ാം നൂറ്റാണ്ട്. കുവലയാനന്ദം എഴുതിയ ചിത്രമീമാംസ എഴുതിയ അപ്പയ്യ ദീക്ഷിതർ 18-ാം നൂറ്റാണ്ട്.